യെസ്, അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ, റെജി ലൂക്കോസിൻ്റെ നിലപാട് അങ്ങോട്ട് വ്യക്തമാകുന്നില്ല. റെജി ലൂക്കോസ് ഇതിനെ കരിനിയമം എന്ന് പറയുന്നു. അതേസമയം റെജി ലൂക്കോസ് സർക്കാരാണ്, ഈ സംസ്ഥാന സർക്കാർ ആണ് ഇവരെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്തത്, ഇവരോടൊപ്പം സർക്കാരെ ഉണ്ടാവൂ എന്ന് മറുഭാഗത്ത് പറയുകയും ചെയ്തു. കൺഫ്യൂസ്ഡ് ആണ്, ടോട്ടലി കൺഫ്യൂസ്ഡ്. ഈ റെജി ലൂക്കോസ് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? വക്കീല് പറയുന്നത് കൃത്യമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വക്കീൽ കേൾക്കാൻ. ഇതുപോലെയാണ് മുനമ്പത്തുകാരെ സൂചിപ്പിക്കുന്നത് റെജിയുടെ പാർട്ടി. ഗോപാലകൃഷ്ണൻ വക്കീല് ഞാൻ നമ്മുടെ സൗഹൃദം എന്താണെന്ന് നമ്പ്യാരോട് ചോദിച്ചു. ഇത് സൂപ്പീരൊന്നുമല്ല, ഞങ്ങൾ 500 കത്തിലല്ലോ ഒന്നും ചെയ്തിട്ടുണ്ട്. പറയട്ടെ വക്കീല് പറയട്ടെ. സൂപ്പീരൊന്നും പറയണ്ട. ശരി മിസ്റ്റർ റെജി ലൂക്കോസ്, നമ്മൾ ഏത് കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും, നമ്മൾ ഏത് കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴും അതിലൊരു ആത്മാർത്ഥത എന്ന് പറയുന്നത് വേണം. സത്യസന്ധതയും ആത്മാർത്ഥതയും ഇല്ലാതെ നമ്മൾ ചർച്ച ചെയ്യുന്നത് വാസ്തവത്തിൽ സമൂഹത്തെ പറ്റിക്കലും വഞ്ചിക്കലുമാണ്. ഇംഗ്ലീഷില് ഒരു പദപ്രയോഗമുണ്ട്, അത് ഹിപ്പോക്രസി എന്നാണ്. അതിന്റെ മലയാള അർത്ഥം കാപട്യം എന്നാണ്. അത് മാർക്സിസ്റ്റ് പാർട്ടിയെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കണ്ടിട്ടാണോ അങ്ങനെ ഒരു പദം ഉണ്ടായത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വക്കാലത്തുമായിട്ടാണല്ലോ റെജി ലൂക്കോസ്, മാർക്സിസ്റ്റ് പാർട്ടിയുടെ വക്കാലത്തെടുത്തിട്ടാണല്ലോ റെജി ലൂക്കോസ് ഇവിടെ വന്നത്. താങ്കൾ പറയുന്നു വഖഫ് നിയമം കരി നിയമമാണ്, സുരേഷ് ഗോപി പറയുന്നത് പോലെ കിരാതമാണ്. എന്ന ഒരു കാര്യം ചെയ്യാം, ആ വഖഫ് നിയമത്തില് അതിലെ കിരാതമായിട്ടുള്ള ചില കാര്യങ്ങൾ മാറ്റാൻ വേണ്ടി ഇന്ന് നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള ഭേദഗതി നടപ്പാക്കണം, ആ ഭേദഗതി കൊണ്ടുവരണം, അല്ലെങ്കിൽ ആ ഭേദഗതി തീർച്ചയായിട്ടും നടപ്പാക്കേണ്ടതാണ് എന്ന് പറയാൻ ഒരു ആത്മാർത്ഥതയുള്ള, കാര്യങ്ങൾ മനസ്സിലാക്കുന്ന വ്യക്തി എന്ന നിലയിൽ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ വക്കാലത്തെടുത്ത വക്കീൽ എന്ന നിലയിൽ താങ്കൾക്ക് കഴിയുമോ? ഇതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഈ ഭേദഗതി, ഞാൻ തീർക്കട്ടെ, ഈ ഭേദഗതിയെ എതിർത്ത് നിയമസഭയിൽ കോൺഗ്രസ്സുകാര് നിങ്ങളുടെ കൂടെ ചേർന്നു. അങ്ങനെ നിങ്ങളും കോൺഗ്രസ്സുകാരും കൂടി ചേർന്ന ആ പ്രമേയം ജനാധിപത്യ വിരുദ്ധമാണ്. അതൊരിക്കലും അങ്ങനെ ഒരു പ്രമേയം കൊണ്ടുവരാൻ പാടില്ലാത്തതായിരുന്നു. വഖഫ് ബോർഡ് വഖഫ് നിയമം എടുത്തു കളയേണ്ടതാണ്, എടുത്തു കളയണം എന്ന് പറഞ്ഞൊരു പ്രമേയം പാസാക്കണം ഈ നിയമസഭയിൽ എന്ന് പറയാൻ CPM-ന്റെ വക്കാലത്തുള്ള വക്കീൽ എന്ന നിലയിൽ താങ്കൾക്ക് ഈ ജനം ചാനലിൽ വെച്ച് പറയാൻ കഴിയുമോ? അതെ, പിണറായി വിജയനോട് വഖഫ് എന്ന് പറയുന്ന നിയമം എടുത്തു കളയാനുള്ള പ്രമേയം പാസാക്കണം. താങ്കൾ ഈ ഭേദഗതിക്കെതിരായി താങ്കൾ കൊണ്ടുവന്ന പ്രമേയം തെറ്റാണ്. അങ്ങനെ ഒരു പ്രമേയം പാസാക്കാൻ പാടില്ലാത്തതായിരുന്നു. നമ്മളൊരു അന്തസ്സായിട്ടുള്ള അഭിമാനത്തോടെ സത്യസന്ധതയോടുകൂടിയാണ് ചർച്ച നടത്തുന്നതെങ്കിൽ താങ്കൾ അത് പറയാൻ തയ്യാറാവണം. മൂന്നാമത്തത്, എനിക്കും നിങ്ങൾക്കും അറിയാം, ഇത് ജുഡീഷ്യൽ കമ്മീഷൻ അല്ല, ഇത് ഉഡായിപ്പ് കമ്മീഷനാണ്, ഇത് ഒപ്പിക്കൽ കമ്മീഷനാണ്. ഇതൊക്കെ അറിയുന്നവരാണല്ലോ നമ്മള്. ആ പാവങ്ങളെ പറ്റിക്കണം. പാവപ്പെട്ട പള്ളിയിലെ അച്ഛന്മാര് കുറെ കാലമായിട്ട് ഇവിടുത്തെ മുസ്ലിം ഭീകരവാദികളുടെ ഭീഷണിയിൽ പേടിച്ചു നിൽക്കുക. അവർ പല കാര്യങ്ങളിലും ഭയപ്പെട്ടിരിക്കുക. ആ ഭയത്തിൽ നിന്ന് ഒരു വെളിയിലേക്ക് വന്ന ആദ്യത്തെ ഒരു സമരമാണ് മുനമ്പം സമരം. അതെങ്ങനെങ്കിലും ഒന്ന് അവസാനിപ്പിക്കണം. നിങ്ങൾ പറയുന്നത് BJP അവിടെ മാത്രം പോയോന്നാ. ഇല്ല റെജി, ഞങ്ങൾ ചാവക്കാട്ടെ സമരത്തിലെ ഞങ്ങൾ ഇറങ്ങാൻ പോവാ. അവിടെ മുസ്ലിങ്ങളെ ഞങ്ങൾ സംരക്ഷിക്കുന്നേ. ഈ കേരളത്തിൽ എവിടൊക്കെയാണോ, ഞാൻ ശോഭ കരന്തലെ കഴിഞ്ഞ ദിവസം മുനമ്പത്ത് വന്നപ്പോ പറഞ്ഞപ്പോ എന്താ പറഞ്ഞത്, ക്രിസ്ത്യാനികളൊന്നുമില്ല, കൃഷിക്കാർക്ക് വേണ്ടി. ശോഭ കരന്തലെ കർണാടകയിൽ അതിശക്തമായ സമരം നയിച്ചിട്ടാണ് അവരിവിടെ വന്നത്. അവരിപ്പോ പോയിരിക്കുന്നത് 24, നാളെയല്ല മറ്റന്നാള് 24-ാം തീയതി 1500 വർഷം പഴക്കമുള്ള ക്ഷേത്രം, ആ ക്ഷേത്രത്തിനെതിരായിട്ടുള്ള വഖഫ് ബോർഡിന്റെ നോട്ടീസിനെതിരായിട്ടാണ് അവർ തമിഴ്നാട്ടിൽ പോണത്. അവിടെ ക്രിസ്ത്യാനിയൊന്നുമില്ല. ഇങ്ങനെ വിവരക്കേടൊന്നും പറയല്ലേ. ഒരു മിനിറ്റ് ഞാൻ പറയാം. തിരുച്ചെന്തൂര്, ഞാന് കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു തീർന്നോട്ടെ.
ഇങ്ങനത്തെ വിവരക്കേടൊന്നും പറയല്ലേ. 4 മറ്റേ ക്രിസ്ത്യാനികൾ ഉള്ളത് കൊണ്ടാണ് പോയത്. എന്ത് അങ്ങനെയൊന്നും അല്ല. വഖഫ് ബോർഡ് എന്ന് പറയുന്ന ഈ കിരാത നിയമം, താങ്കൾ പറയുന്നു വഖഫ് നിയമം തന്നെ മാറ്റണം. അതിനകത്ത് ഭേദഗതി കൊണ്ടുവന്നു. ആ ഭേദഗതിയെ എതിർത്തുകൊണ്ട് നിയമം പാസാക്കിയവരുടെ വക്കാലത്താണ് താങ്കൾ എടുത്തിരിക്കുന്നത്. ഇതല്ലേ ഇരട്ടത്താപ്പ്? ഇനി വേറൊരു പ്രധാനപ്പെട്ട കാര്യം, താങ്കൾ ഇപ്പൊ 2-3 പ്രാവശ്യം പറഞ്ഞു ഈ 1995-ലെ അമെന്റ്മെന്റും 2013-ലെ അമെന്റ്മെന്റും BJP-ക്കാർ പാസാക്കിയതാണെന്ന്. ഞാനിപ്പോ അതിന്റെ ഡീറ്റെയിൽസ് തപ്പി. കൈപൊക്കി, അതാണല്ലോ കൈപൊക്കി എന്ന് പറഞ്ഞാൽ അംഗീകാരം കൊടുത്തു എന്നാണല്ലോ. ഞാനിപ്പോ അതിന്റെ ഡീറ്റെയിൽസ് തപ്പി. എന്റെ പൊന്ന് ചങ്ങാതി, ഒരു ടെലിവിഷൻ ഷോയിലാണ് താങ്കൾ ഇത് പറയുന്നത് എന്ന് ശ്രദ്ധിക്കണം. 2013-ൽ BJP പ്രതിപക്ഷമാണ്. 1995-ലും BJP-യുടെ പൊസിഷൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അന്ന് ഞങ്ങളുടെ എതിർപ്പിനെ അതിജീവിച്ചുകൊണ്ടാണ് ഇത് കൈബന്ധിച്ചത്. അന്ന് കൈബന്ധിച്ചത് BJP അല്ല, CPM ആണ്. നിങ്ങൾക്ക് വേണേ ഞാൻ രേഖ തരാം, വേണോ? റജി ലൂക്കോസിന്റെ രേഖ തരാം. 95-ലും 2013-ലും വഖഫ് ഭേദഗതി നിയമത്തെ കോൺഗ്രസുകാർ കൊണ്ടുവന്നപ്പോ അതിനെ അനുകൂലിച്ചവരാണ് നിങ്ങൾ. ഇതൊക്കെ 4 വോട്ടിന് വേണ്ടിയല്ലേ? അല്ലല്ല, ഒരു മിനിറ്റ്, ഞാൻ തീർന്നോട്ടെ. ഞങ്ങൾ കൈബന്ധിച്ചോ, ഞങ്ങൾ എതിർത്തിരുന്നു. നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്യേ. ഞാനിപ്പോ എന്റെ അടൽ ബിഹാരി വാജ്പേയിയുടെ സ്പീച്ച് ഉണ്ട്, പാർലമെന്റ് സ്പീച്ച്. ആ പുസ്തകത്തിലെ പേജ് അടക്കം ഞാൻ തരാം. നമ്മളിങ്ങനെ ബ്ലൈൻഡ് ആയിട്ട് പറയല്ലേ. എനിക്ക് താങ്കൾ പറഞ്ഞ ഒരു കാര്യം ഇഷ്ടപ്പെട്ടു. വഖഫ് നിയമം കാടത്തം നിറഞ്ഞതാണ്. ആ വഖഫ് നിയമം എടുത്തു മാറ്റേണ്ടതാണ്. താങ്കൾ പറഞ്ഞതിനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. CPM-ന്റെ സഹയാത്രികനായി വന്ന റജി ലൂക്കോസിനെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സ്വാഗതം ചെയ്യുന്നു, അഥവാ BJP സ്വാഗതം ചെയ്യുന്നു. വഖഫ് നിയമം എടുത്തു മാറ്റേണ്ടതാണ്, ഞങ്ങൾ സ്വാഗതം ചെയ്യാം. അപ്പൊ പിന്നെ നിങ്ങൾ ഈ വഖഫ് നിയമം അതിലൊരു ഭേദഗതി കൊണ്ടുവന്നതിനെ നിങ്ങൾ എതിർക്കുന്നത് എന്തിനാ? അപ്പൊ ഈ ഉഡായിപ്പ് കമ്മീഷനെ നിങ്ങൾ എതിർക്കണ്ടേ? ഈ ഒപ്പിക്കൽ കമ്മീഷനെ നിങ്ങൾ എതിർക്കണ്ടേ? ഇത് പാവപ്പെട്ട തൊഴിലാളികളെ വഞ്ചിക്കാനുള്ള, ഇത് പാവപ്പെട്ട തൊഴിലാളികളെ പറ്റിക്കാനുള്ള ഈ നിയമമാണ്. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ JPC-ക്ക് പോയാലേ ഞങ്ങൾ അംഗീകരിക്കുള്ളൂ. അതെന്ത് മര്യാദയാ? JPC-ക്ക് പോയാലേ അംഗീകരിക്കുള്ളൂ. അതല്ലാത്ത പലതും നിങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടല്ലോ. JPC-ക്ക് വിടാത്ത പലതും നിങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടല്ലോ. ഞാൻ ചോദിക്കുന്നത്, നിയമത്തിൽ സെക്ഷൻ 3I, സെക്ഷൻ 3R, സെക്ഷൻ 40 നിങ്ങൾക്ക് എതിർക്കാൻ പറ്റുമോ? ട്രിബ്യൂണൽ നിങ്ങൾക്ക് എതിർക്കാൻ പറ്റുമോ? എന്റെ റെജി, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ജീവിതവുമായി ബന്ധപ്പെട്ടതാ. നിങ്ങൾ പറയുന്ന ഒരു അന്വേഷണ കമ്മീഷൻ, ഒരു ജുഡീഷ്യൽ കമ്മീഷൻ, ശരി, അവർക്ക് ബാങ്കിൽ പോയാൽ വായ്പ കൊടുക്കോ? ഈ പാവങ്ങളുടെ മക്കള് കല്യാണം കഴിക്കുമ്പോ ഈ ജുഡീഷ്യൽ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് വന്നിട്ട് കല്യാണം കഴിച്ചാൽ മതിയോ? അവർക്ക് ബാങ്കിൽ പോയാൽ വായ്പ കൊടുക്കോ? അവരുടെ ബാങ്കിലെ വായ്പ, അവരുമായി ബന്ധപ്പെട്ട വസ്തു കൈമാറ്റത്തിന്, ഇതിനെല്ലാം ഈ ഗവൺമെന്റ് അനുവാദം കൊടുക്കോ? ഞങ്ങൾ ആ മുനമ്പത്ത് താമസിക്കുന്നവരുടെ മുഴുവൻ ചെലവും ഞങ്ങൾ നോക്കാം, അവരുടെ വീട് മുഴുവൻ ഞങ്ങൾ നോക്കാം, അവരുടെ വിവാഹം മുഴുവൻ ഞങ്ങൾ നോക്കാം, അവരുമായി ബന്ധപ്പെട്ട എല്ലാ ഡിസ്പ്യൂട്ടും ഞങ്ങൾ നോക്കാം. പറയാൻ പറ്റുമോ? ഞാൻ പറ. ഇത് തട്ടിപ്പ് തരികടയല്ലേ ചങ്ങാതി? നിങ്ങൾ 4 വോട്ടിന് വേണ്ടിയല്ലേ ഈ വേഷം കെട്ട് കാണിക്കുന്നേ? ഞാൻ ഒരു കാര്യം പറയാം, പടവലങ്ങ പോലെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുക CPM. നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കിക്കോ, ഈ കോൺഗ്രസ്സുകാരുടെ വേഷം കെട്ടിനുള്ളിൽ നിങ്ങൾ പോയാൽ നിങ്ങൾ ഇങ്ങനെ താഴോട്ട് പോവും. 80% ഹിന്ദുക്കളാ നിങ്ങളുടെ പാർട്ടിയിൽ 80% ഹിന്ദുക്കളാ. ആ ഹിന്ദുക്കളെ മറന്ന്, ആ ഹിന്ദുക്കളെ നശിപ്പിച്ച്, ആ ഹിന്ദുക്കളെ ഇല്ലായ്മ ചെയ്ത്, അവരുടെ ക്ഷേത്രം പിടിച്ചെടുത്ത്, അവരുടെ ക്ഷേത്ര ആചാരങ്ങൾ തകർത്ത് നിങ്ങൾ കാണിക്കുന്ന വേഷം കെട്ട്. ഇപ്പൊ ഞങ്ങള് ഹിന്ദുക്കളെ മാത്രമല്ല ക്രിസ്ത്യാനികളെ തകർക്കാൻ നോക്കുക. ക്രിസ്ത്യാനികളുടെയും ഭൂമി പിടിച്ചെടുത്ത്, അവരുടെ പള്ളി തകർത്ത്, അവരുടെ കർദിനാളിനെതിരെ കേസെടുത്ത്, അവരുടെ ബിഷപ്പുമാർക്കെതിരെ രോഷപ്രകടനം നടത്തുന്ന
മുസ്ലിം ഫണ്ടമെന്റലിസ്റ്റുകൾക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് അവരുടെ ബിഷപ്പുമാരെ വളരെ വൃത്തികെട്ട രീതിയിൽ സംസാരിച്ച് അഭിസംബോധന ചെയ്ത് ക്രിസ്ത്യാനികളെ നിങ്ങൾ തകർക്കുക. നിങ്ങൾ കോൺഗ്രസ്സുകാരുടെ പിന്നാലെ പോവുക. കോൺഗ്രസ്സുകാർക്ക് ലീഗുണ്ട്. കുറെ നാളെ നിങ്ങൾ ലീഗിന്റെ പിന്നാലെ പോകുന്നു. ആ ലീഗിനെ കിട്ടാനും ആ ലീഗിന്റെ തട്ടിപ്പില് ആ ലീഗിനെ കൊണ്ടുവരാനും മുസ്ലിം സംഘടിത വോട്ട് അത് നേടാനുമല്ലേ നിങ്ങൾ ഈ പാവങ്ങളെ ഈ രീതിയിൽ പെരുവഴിയിലാക്കുന്നത്. എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. എന്താ പറയുക, അതും കൂടി പറഞ്ഞ് ഞാൻ നിർത്താം. ഈ പള്ളിയിലച്ഛൻ സർവ പരിത്യാഗിയായി വീട്ടിൽ നിന്ന് വന്ന് ആ മനുഷ്യൻ അവരുടെ ബോധനം ചെയ്യുന്നു. പാവപ്പെട്ട ക്ഷേത്രങ്ങളിലെ നമ്പൂതിരിമാര് അവരെ ഉപജീവനത്തിന് വേണ്ടി ക്ഷേത്രത്തിൽ പോകുന്നു. ഞാൻ ചോദിക്കുക, അവർക്കൊന്നുമില്ലാത്ത ആനുകൂല്യം എന്റെയും നിങ്ങളുടെയും നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് മുസ്ലിം സമൂഹത്തിലെ മുല്ലാഖമാർക്ക് നിങ്ങൾ ഒരു ഒളുപ്പുമില്ലാതെ കൊടുക്കുന്നില്ലേ? എന്ന് പറയാൻ പറ്റുമോ? അവരുടെ വിധവകൾക്ക് നിങ്ങൾ കൊടുക്കുന്നില്ലേ? എന്റെയും നിങ്ങളുടെയും നികുതി പണം എടുത്തിട്ട് നിഷേധിക്കാൻ പറ്റുമോ? അപ്പൊ നിങ്ങൾക്ക് മൊത്തം സ്വത്ത് വേണം, നിങ്ങൾക്ക് മൊത്തം പണം വേണം, നിങ്ങൾ അവരെ മാത്രം സംരക്ഷിക്കുന്നു. ഇപ്പൊ നിങ്ങൾ പറഞ്ഞു ഛത്തീസ്ഗഡിലെ ഒരു നിയമം, ഒരു നിയമം കർണാടകയിൽ വന്നിട്ടുണ്ട്. കർണാടക ഗവൺമെന്റിനെ നിങ്ങൾ അനുകൂലിക്കുന്നവരല്ലേ? ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമല്ലേ? അവിടെ വിവാഹ സർട്ടിഫിക്കറ്റ് വഖഫ് ബോർഡിന് കൊടുക്കാൻ അനുമതി വന്നിരിക്കുന്നു. നിങ്ങൾ എന്തു പറയുന്നു നിങ്ങള്? അതായത് ലവ് ജിഹാദുമായി വരുന്ന ഏത് പെണ്ണിനും പ്രായം വേണ്ട, വഖഫ് ബോർഡ് ആ വിവാഹ സർട്ടിഫിക്കറ്റ് കൊടുക്കും. അതിനെ ചോദ്യം ചെയ്തിരിക്കുക ആലം ഭാഷ എന്ന് പറയുന്ന ഒരു മുസ്ലിമാണ് അതിനെ ചോദ്യം ചെയ്തിരിക്കുന്നത്. ആലം ഭാഷ. അതിന് ഹൈക്കോടതി ആ കേസ് അവിടെ നടന്നുകൊണ്ടിരിക്കുക. ഹൈക്കോടതി ചോദിക്കുന്നത് ഇങ്ങനെ ഒരു നിയമമുണ്ടോ? നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു കരിനിയമം ഉണ്ടോ? ഹൈക്കോടതി ചോദിക്കുക. നിങ്ങൾ ഛത്തീസ്ഗഡിലെ പള്ളിയിലെ പ്രസംഗമല്ലേ? ഇത് വിവാഹത്തിന്റെ സർട്ടിഫിക്കറ്റാ. നിങ്ങള് സഹായിച്ചുകൊണ്ട് ഭരിക്കുന്നവരാ ഇന്ത്യ സഖ്യം. പ്രിയപ്പെട്ട സുഹൃത്തെ, താങ്കളെ എനിക്ക് വലിയ താല്പര്യമാണ്. നമ്മൾ നല്ല സുഹൃത്തുക്കളാണ്. കുറച്ചെങ്കിലും സത്യസന്ധത കാണിക്കണം, കുറച്ചെങ്കിലും ആത്മാർത്ഥത കാണിക്കണം. ഈ പാവങ്ങളെ ഇങ്ങനെ പറ്റിക്കല്ലേ പ്ലീസ്. യെസ്, ഓക്കെ. കെവിൻ പീറ്റർ നമുക്ക് അവസാനിപ്പിക്കാം. എനിക്ക് സമയമില്ല. ഒരു മിനിറ്റ് സമയമില്ല. കെവിൻ പീറ്റർ, അതെന്തൊരു ജനാധിപത്യ മര്യാദയാ? ചോദ്യങ്ങളെല്ലാം എന്നോടല്ലായിരുന്നു. അല്ല, അതേ പറയട്ടെ. അല്ല, ഞാനെന്ന് പറയേണ്ടത് എനിക്കൂടെ സമയം തരും. എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള തുല്യമായിട്ടുള്ള എനിക്ക് എന്റേതായ മറുപടി ഉണ്ടെന്നേ. അതിങ്ങനെ കേൾക്കാൻ ബാധിച്ചില്ല. ഒരു മിനിറ്റ് സംസാരിക്കട്ടെ എന്ന് അദ്ദേഹത്തിന്റെ ഊഴല്ലേ റെജി ലൂക്കോസ്. ഇങ്ങനെ ബഹളം വെക്കാതെ. ബഹളം വെച്ചതാണോ? ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ ഇരിക്കുക. തരാം, താങ്കൾക്ക് 1 മിനിറ്റ് ഞാൻ തരാം അവസാനം. യെസ്.